സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എൻജിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റുകൾ എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രോസ്പെക്ടസ് പ്രകാരം അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓൺ ഓർ ബിഫോർ ജൂൺ 10 എന്നാണ്. ജൂൺ 10 അല്ലെങ്കിൽ അതിനു മുമ്പോ ആയിട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിട്ട് +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം 4/6/2025 വൈകിട്ട് 6 മണി വരെ സമയം അനുവദിച്ചിരുന്നു. 4/6/2025 വൈകിട്ട് 6 മണി വരെ അനുവദിച്ച സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് അനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിച്ച മാർക്ക് വെരിഫൈ ചെയ്തതനുസരിച്ച് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്കിൽ പലരും തെറ്റ് വരുത്തിയിട്ടുണ്ട്. ആ തെറ്റ് വരുത്തിയത് എഡിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനുള്ള ഒരവസരം കൂടി ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. 2-3 ദിവസത്തിനുള്ളിൽ അതും കൂടെ സൈറ്റിൽ വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വരും. അതായത് മാർക്ക് വെരിഫിക്കേഷൻ, നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിരിക്കുന്ന മാർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വീണ്ടും തിരുത്താനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ റിവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിവാലുവേഷൻ പുതിയതായിട്ട് നിങ്ങൾക്ക് മാർക്ക് മാറി വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ അപ്ലോഡ് ചെയ്യുന്ന മാർക്കിൻ്റെ റിസൾട്ടിൻ്റെ ഡോക്യുമെൻ്റ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് മാർക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മാർക്ക് വെരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ആ മാർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ മാർക്കാണ് പിന്നീട് നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന സമയം, നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞ് കോളേജിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്കുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി കാണുകയാണെങ്കിൽ, ഡിസ്ക്രിപ്പൻസി കണ്ടു കഴിഞ്ഞാൽ അതായത് മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റാങ്കിനെ ബാധിക്കും എന്നുള്ളതിനെ കൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. റാങ്കിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ആ റാങ്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വരാൻ പോകുന്നതെന്നുള്ളതുകൊണ്ടും ആ ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, അതായത് ഇല്ലാത്ത മാർക്കാണ് നിങ്ങൾ നൽകിയെന്നത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇതിൽ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും അവസരം കൊടുത്തിരുന്നു. അതായത് റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തവർക്കടക്കം മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തിയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി റാങ്ക് വരുമ്പോൾ നിങ്ങളുടെ മെമ്മോ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ റാങ്ക് വരുമ്പം അവിടെ റാങ്ക് ലിസ്റ്റിൽ അതും തടയപ്പെടും. അതുകൊണ്ട് തന്നെ മെമ്മോ ക്ലിയർ ആക്കാനുള്ളവർ അത് ക്ലിയർ ആക്കാൻ നിങ്ങളുടെ പ്രൊഫൈലിൽ പറയുന്നുണ്ടാവും ഏത് ഡേറ്റിനുള്ളതാണ് ക്ലിയർ ആക്കേണ്ടതെന്ന്. ആ ക്ലിയർ ആക്കാൻ പറയുന്ന ഡേറ്റിനകം തന്നെ മെമ്മോ ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കുക. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പല അവസരങ്ങളും, അതായത് മെമ്മോ ക്ലിയർ ആക്കാനുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടും. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നാറ്റിവിറ്റി മറ്റ് പ്രൂഫുകൾ കാരണമാണ് നിങ്ങളുടെ റാങ്കിൽ ഉൾപ്പെടുത്താതെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കും റിലീസാവുന്നതാണ്. പക്ഷേ അതിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മറ്റ് അലോട്ട്മെൻറ്റുകൾ പങ്കെടുക്കാൻ അതും ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. 10/6/2025 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ബി.ഫാമിൻ്റെയും അതേപോലെ എൻജിനീയറിങ്ങിൻ്റെയും റാങ്ക് ലിസ്റ്റാണ് വരാൻ പോകുന്നത്. അതനുസരിച്ച് അതിൻ്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.